ഇന്ന് ലഞ്ചിന് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി ആയാലോ? അപ്പോൾ ആദ്യം ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മീൻകറിക്ക് ആവശ്യമുള്ള സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള കൊടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. കറി വെക്കാനായിട്ട് ഞാനിന്ന് ഉപയോഗിക്കുന്നത് ചൂരമീനാണ്. ചൂര നന്നായിട്ട് ക്ലീൻ ചെയ്ത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ടൈമിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാരണവശാലും തവി വെച്ച് ഇളക്കരുത്. നന്നായിട്ട് ചുറ്റിക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.